നൽകണമേ നിർമ്മല ഹൃദയം. നിൻ പ്രീതിക്കെതിരാ ആഴാം ചിന്തകളും ദുഷ്ടവികാരവും എങ്ങളിൽ നിന്ന് ഒഴിവാക്കണമേ. നിലുവയിലെന്നോണം ഞങ്ങളിലലിയണമേ. വിമുഖത മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ പതാക കൊടി വഹിച്ചുകൊണ്ട് 2 ലൈനായിട്ട് പന്തലിലേക്ക് പ്രവേശിക്കുക. ഏറ്റവും മുൻപിലായിട്ട്, അതായത് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾക്ക് ശേഷം അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ പതാക വഹിച്ചുകൊണ്ടും സംഘം ദർശനമാകിലും വാഴ്വിനും മോഹിച്ചിടും അജസംഘം ഈശൻ മോഹന നാമ മോദിക്കുന്നു ആർക്കും നിങ്ങൾ ഉച്ചസ്വരത്തിൽ വാഴുക വന്യപിതാക്കന്മാരെ പ്രാപിക്കട്ടെ.
പിതാക്കന്മാരെ തൃശൂർ ഡയോസിസ്, കൊല്ലം ഡയോസിസ്, മലബാർ ഡയോസിസ്, കണ്ടനാട് വെസ്റ്റ് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ്മ പൗലോസ് തിരിയൻ കാതോലിക്ക ബാബ തിരുമേനിയുടെ 108/2021 നമ്പർ കൽപ്പന പ്രകാരവും നമ്മുടെ 29/9/2021 MOSC SC 33/2021 നമ്പർ കൽപ്പന പ്രകാരമുള്ള നിർദ്ദേശങ്ങളും അനുസരിച്ച് കൂടിയ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ്റെ ഈ യോഗം പൗരസ്ത്യ കാതോലിക്കായുടെയും മലങ്കര മെത്രാപ്പോലീത്തായുടെയും സ്ഥാനത്തേക്ക് കണ്ടനാട് വെസ്റ്റ് മെത്രാസന ഇടവകയുടെ ഡോക്ടർ മാത്യൂസ് മാർ സേവേറിയോസ് മെത്രാപ്പോലീത്തായെ ഏകാഭിപ്രായത്തോടെ തെരഞ്ഞെടുത്തിരിക്കുന്നതായി നാം പ്രഖ്യാപിക്കുന്നു. മലങ്കര മെത്രാപ്പൊലീത്തന്മാർ ഉപയോഗിക്കുന്നതായ മലങ്കര സഭയുടെ പൂർവ്വബന്ധം കൽദായ സഭയുമായിട്ടായിരുന്നു. അത് കഴിഞ്ഞ് റോമൻ കത്തോലിക്ക സഭയുടെ സ്വാധീനത്തിൽ മലങ്കര സഭ വന്നു. അക്കാലം മുതൽ മാർത്തോമ ഒന്നാമന്റെ കാലം മുതൽ ഉപയോഗിക്കുന്ന ഒരു തൊപ്പിയാണ് മുതലവായൻ തൊപ്പി എന്നറിയപ്പെടുന്നത്. മലങ്കര മെത്രാപ്പൊലീത്തായുടെ ഔദ്യോഗിക വേഷത്തിന്റെ ഭാഗമാണ് ഈ മുതലവായൻ തൊപ്പി. ഇപ്പോൾ ഇവിടെ അണിയിക്കുന്നതായ ആ തൊപ്പി പരിശുദ്ധ വാകത്താനം ബാവ, വള്ളിക്കാട്ട് ദേറായിൽ കബറടങ്ങിയിരിക്കുന്ന വാകത്താനം ബാവ സ്വന്തം കൈകൊണ്ട് നെയ്തുണ്ടാക്കിയതായ തൊപ്പിയാണ്. സ്വർണ്ണ കുമിളകൾ പതിപ്പിച്ചതായ മലങ്കര മെത്രാപ്പൊലീത്തായുടെ മനോഹരമായ മുതലവായൻ തൊപ്പി ഇപ്പോൾ തൃശൂർ ഭദ്രാസനത്തിന്റെ അഭിവന്യ യൂഹാനോന്മാർ മിലീത്തിയോസ് തിരുമേനി, അഭിവന്യ സേവേറിയോസ് തിരുമേനിയുടെ ശിരസിൽ അണിയിക്കുന്നു. മാർത്തോമ ഒന്നാമൻ മുതലുള്ള മലങ്കര മെത്രാപ്പൊലീത്തന്മാർ ഈ മുടി ഉപയോഗിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് അഭിവന്യ പിതാക്കന്മാരുടെ അറിവിലേക്ക് കൃത്യം 4:45 പരുമല സെമിനാരിയുടെ കോൺഫറൻസ് ഹാളിൽ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനോസിന് വേണ്ടി പിതാക്കന്മാർ എത്തിച്ചേരാനാണ്. കൃത്യം 4:45. ഇപ്പോൾ വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതിന് മുമ്പായി സഭയിലെ മേൽപ്പെട്ടക്കാർ എല്ലാവരും ഒത്തുചേർന്ന് കാതോലിക്കായി സ്ഥാനാരോഹണം ചെയ്യപ്പെടുന്ന സ്ഥാനാർത്ഥിയെ മദ്ബഹാ മുമ്പാകെ ആനയിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മ വിളിയെക്കുറിച്ച് ഇപ്പോൾ അറിയിക്കുന്ന സമയമാണ്. ഈ സ്ഥാനം പ്രാപിക്കുവാൻ സന്നദ്ധനാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എല്ലാ മേൽപ്പെട്ടക്കാരും സ്ഥാനാർത്ഥിയുടെ മുൻപാകെ മുട്ടുകുത്തി, പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് മുട്ടുകുത്തി ഈ സ്ഥാനം പ്രാപിക്കുവാൻ സന്നദ്ധനാകണമെന്ന് അപേക്ഷിക്കുകയും ഉടൻ സ്ഥാനാർത്ഥി ഈ പരിശുദ്ധാത്മ വിളി സ്വീകരിച്ചുകൊണ്ട് അവരുടെ മുൻപാകെ മുട്ടുകുത്തുകയും എല്ലാവരും എഴുന്നേറ്റ് വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതുമാണ്. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ പൗരസ്യ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന സഭ മുഴുവൻ്റെയും പരമാധികാരമുള്ള കാതോലിക്ക, അതായത് തലവന്മാരുടെ പിതാവ് ആയിത്തീരുവാൻ പരിശുദ്ധ റൂഹ അങ്ങേ വിളിക്കുന്നു. ഇത് സമ്മതിച്ച് ഞാൻ ഏറ്റുപറയുന്നു, സ്വീകരിക്കുന്നു. വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു. വെളിവിയടിയാര
വചനാഘോഷണം നടത്തുന്നു തൃശൂർ ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്യ യൂഹാനോന്മാർ മിലിത്തിയോസ് തിരുമേനി. ബാറക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ നയിക്കും തന്നെ. ആമേൻ. ശ്രേഷ്ഠ നിയുക്ത കത്തോലിക്ക മാത്യൂസ് മാർ സെവേറിയോസ് തിരുമേനി, അഭിവന്യ പിതാക്കന്മാരെ, വന്യ എപ്പിസ്കോപ്പമാരെ, ബഹുമാന്യരായ വൈദികരെ, വന്യരായ പുരുഷ സ്ത്രീ സന്യസ്തരെ, ഇവിടെയും ലോകമെമ്പാടും ഈ ധന്യ നിമിഷത്തിൽ പങ്കാളികളാകുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, പ്രിയ കുഞ്ഞുങ്ങളെ, രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയത് ഓരോ പുതുജന്മവും മനുഷ്യരോടുള്ള ദൈവസ്നേഹത്തിൻ്റെ തുടർച്ചയുടെ പ്രതീകമാണ് എന്നത്രേ. വിശുദ്ധ മത്തായി സുവിശേഷകന്റെ പതിവിൻപടിയുള്ള പ്രയോഗം കടമെടുത്ത് പറയട്ടെ, ഈ മനുഷ്യ എഴുത്ത് ഇവിടെ ഇന്ന് ഇപ്രകാരം നിവൃത്തിയാവുകയാണ്. മലങ്കര സഭയുടെ പ്രധാന മേലധ്യക്ഷൻ ഭാഗ്യസ്മരണാർഹനായ പരിശുദ്ധ ബാസേലിയോസ് മാർത്തോമ പൗലോസ് രണ്ടാമൻ ബാവ തിരുമേനി ഇക്കഴിഞ്ഞ ജൂലൈ 12 വെളുപ്പിന് കാലം ചെയ്യുമ്പോൾ മലങ്കര സഭയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പിൻഗാമി ഉണ്ടായിരുന്നില്ല. ഇത് ചില ആളുകൾ തെറ്റായി കാണുവാനും വ്യാഖ്യാനിക്കുവാനും ഇടയായിട്ടുണ്ട്. എന്നാൽ വ്യവഹാരങ്ങളുടെ പശ്ചാത്തലത്തിൽ ആരംഭിച്ച പിൻഗാമിയെ മുന്നമേ തന്നെ തിരഞ്ഞെടുക്കുന്ന പാരമ്പര്യം അവസാനിപ്പിച്ച് പൗരസ്ത്യ സഭകളുടെ പാരമ്പര്യമനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം റോമാസഭയിലും അങ്ങനെ തന്നെയാണ്. വലിയ പിതാവിൻ്റെ നാടുനീങ്ങലിന് ശേഷം പുതിയ വലിയ പിതാവിനെ കണ്ടെത്തിയാൽ മതിയാവില്ലേ? അതല്ലേ കൂടുതൽ കാലികമായിരിക്കുക എന്ന ദൈവത്തിൻ്റെ ചോദ്യമാണ് ഞാനിവിടെ കേൾക്കുന്നത്. അങ്ങനെ ഓരോ തിരഞ്ഞെടുപ്പും വാഴ്ചയും തികച്ചും പുതുജനനമാവുകയും അതിലൂടെ മുൻപറഞ്ഞ മഹാകവിയുടെ വചനം നിവർത്തിക്കപ്പെടുകയുമായിരിക്കും ചെയ്യുക. അതാണ് എൻ്റെ പക്ഷം. അല്പം നർമ്മരൂപത്തിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ മുന്നമേ തിരഞ്ഞെടുക്കപ്പെട്ടയാളിൻ്റെ നിത്യപ്രാർത്ഥനയിൽ ജീവിച്ചിരിക്കുന്ന വലിയ പിതാവിനെ എപ്രകാരമായിരിക്കും സ്മരിക്കുക എന്നത് ചിന്തനീയമായിരിക്കും. പൗരസ്ത്യ കാതോലിക്കായുടെ ഈ തിരഞ്ഞെടുപ്പും വാഴ്ചയും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ സ്വാതന്ത്ര്യത്തിൻ്റെയും സ്വയം ഭരണാവകാശത്തിൻ്റെയും പ്രതീകമാണ്. ഈ സ്ഥാനത്തെ ഒരു മഫ്രിയനേറ്റായി കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും. 1912 അന്ത്യോഖ്യയുടെ പരിശുദ്ധ പാത്രിയർക്കീസ് ഇഗ്നാത്തിയോസ് അബ്ദൽ മഷീഹ മലങ്കര സഭയുടെ പരിശുദ്ധ സുന്നോദോസിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് പ്രഥമ കാതോലിക്ക വാഴ്ചയ്ക്കുണ്ടായിരുന്നു എന്ന കാരണത്താൽ ഇതൊരു മഫ്രിയാനേറ്റ് ആകുന്നില്ല. മഫ്രിയാനേറ്റ് അന്ത്യോഖ്യ പാത്രിയർക്കീസിൻ്റെ സ്വയം ഇച്ഛയാൽ ഉണ്ടാകുന്നതാണ്. കാതോലിക്കയാകട്ടെ വിശ്വാസ സമൂഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിനാലും പരിശുദ്ധ സുന്നഹദോസിൻ്റെ തീരുമാനത്താലും നിർദ്ദിഷ്ടമായ ആ സുന്നഹദോസിൻ്റെ ക്ഷണത്താലും മാത്രം ഉണ്ടാകുന്നതാണ്. ഈ വാഴ്ചയ്ക്കും മലങ്കര സഭയുടെ 101-ാം വകുപ്പ് വിവക്ഷിക്കുന്ന വിധത്തിലുള്ള ഒരു അന്ത്യോഖ്യ പാത്രിയർക്കീസ് ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ ക്ഷണിക്കുകയും വരുന്ന പക്ഷം ഈ പരിശുദ്ധ സുന്നോദോസിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് അദ്ദേഹം ഉണ്ടാകുകയും ചെയ്യുമായിരുന്നു. അത് സ്വാതന്ത്ര്യത്തിൻ്റെ വിട്ടുവീഴ്ചയല്ല, പങ്കാളിത്തത്തിൻ്റെ ആദരവായിട്ടാണ് ഞാൻ കാണുന്നത്. അതെ, ഈ ജനനം തികച്ചും ദൈവത്തിൽ നിന്നും മലങ്കര സഭയ്ക്കുള്ള അനുകൂല മറുപടിയും സഭയുടെ സ്വാതന്ത്ര്യത്തിൻ്റെയും സ്വയം നിർണയ അവകാശത്തിൻ്റെയും ഉത്തമ ദൃഷ്ടാന്തവും പ്രകടഭാവവുമാണ്.
ഈ സഭ ഒരേ സമയത്ത് അന്ത്യോഖ്യൻ ആരാധനാ പാരമ്പര്യവും അതേസമയം തന്നെ അലക്സാന്ദ്രിയൻ ദൈവശാസ്ത്ര പാരമ്പര്യവും സ്വീകരിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഭാരതീയ സാംസ്കാരിക തനിമയെ ഉൾക്കൊണ്ട് വിശ്വാസ സമൂഹത്തിൻ്റെ ആത്മീയ പോഷണത്തിനും സാമൂഹിക സേവനത്തിനും സമൂഹ സൃഷ്ടിക്കും വേണ്ടി പ്രവർത്തിക്കുന്ന സഭയുമാണ്. ഇതിനെ സൗകര്യത്തെ പ്രതിയും ചില തെറ്റിദ്ധാരണ ഒഴിവാക്കുന്നതിനും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ എന്ന് പറയുമ്പോഴും ഒരു രാഷ്ട്രീയ അതിരിൻ്റെ പരിധിയിൽ ഇത് ഒതുങ്ങുന്നില്ല എന്നും, മറിച്ച് മലങ്കര എന്ന വിശേഷണം സാംസ്കാരിക പശ്ചാത്തലം ദ്യോതിപ്പിക്കുന്നതാണ് എന്നും നമുക്ക് വിസ്മരിക്കാനൊക്കില്ല. ഏതെങ്കിലും ഒരു സഭാ പാരമ്പര്യത്തിൽ ഇതടങ്ങുന്നില്ല എന്നതുപോലെ തന്നെ ഇത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയെന്ന സ്വതന്ത്ര സഭയും ഇന്ന് വാഴിക്കപ്പെടുന്ന പരിശുദ്ധ കാതോലിക്ക അതിൻ്റെ സ്വയം നിർണയാവകാശത്തിൻ്റെ പ്രതീകവുമാകുന്നു. മലങ്കര സഭയുടെ സ്വാതന്ത്ര്യം, സ്വയം ഭരണാവകാശം എന്നൊക്കെ പറയുമ്പോൾ ഒരു പതിറ്റാണ്ട് മുമ്പ് കാതോലിക്കേറ്റ് സ്ഥാപനത്തിൻ്റെ സെന്റിനറി ആഘോഷത്തെക്കുറിച്ച് പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനോദോസ് ആലോചിച്ചപ്പോൾ ഞാൻ ഉന്നയിച്ച ഒരു ചോദ്യം ഒരളവ് വരെ ഇന്നും ഉത്തരം ലഭിക്കാതെ അവശേഷിക്കുകയാണ്. ആരുടെ സ്വാതന്ത്ര്യം? സഭയിലെ പുരുഷാംഗങ്ങളുടെ മാത്രമോ എന്ന ആ പഴയ ചോദ്യത്തിൻ്റെ ഭാഗമായ ഉത്തരമാണ് ഇന്ന് ഇടവകളിൽ വനിതകൾക്ക് വോട്ടവകാശവും ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാനുള്ള അവകാശവും ലഭ്യമാക്കിയത്. പക്ഷെ അതിൻ്റെ തുടർ നടപടികൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് ഈ പുതുജനന ദിനത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ് എന്ന് ഞാൻ കരുതുന്നു. മുൻപൊരു മലങ്കര അസോസിയേഷൻ യോഗത്തിൽ നിരീക്ഷകയായോ മുഖ്യ വരണാധികാരിയായോ ഒക്കെ ഉണ്ടായിരുന്നത് തമിഴ്നാട് കേഡറിലെ മലങ്കര സഭാംഗമായ ഒരു ഉയർന്ന IAS ഉദ്യോഗസ്ഥയായിരുന്നു. എന്നാൽ ആ വനിതയ്ക്ക് അവരുടെ ഇടവകയിൽ നിന്നും മലങ്കര അസോസിയേഷൻ അംഗമായി തിരഞ്ഞെടുക്കപ്പെടാൻ അവകാശമുണ്ടായിരുന്നില്ല, ഇപ്പോഴും ഇല്ല. മാനേജിംഗ് കമ്മിറ്റി അംഗമാകുന്നതിനെക്കുറിച്ചോ അതിനപ്പുറത്തേക്കോ ചിന്തിക്കാൻ കൂടെ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്ന് പറഞ്ഞാൽ മലങ്കര സഭയുടെ സ്വാതന്ത്ര്യം, അതിൻ്റെ സ്വയം ഭരണാവകാശം ഒരു നൂറ്റാണ്ടിന് ശേഷവും മിക്കവാറും പുരുഷന്മാരുടേത് മാത്രമാണ് എന്ന് സാരം. ഇതുപോലെ തന്നെയാണ് കാലം ചെയ്ത പത്രോസ് മാർ അസ്താത്യോസ് തിരുമേനിയുടെ ഹൃദയം പകുത്തുകൊടുത്ത സ്ലീബാദാസ് സമൂഹത്തിൻ്റെ കാര്യവും. 2012 മലങ്കര അസോസിയേഷൻ യോഗത്തിൻ്റെ ഞാൻ അധ്യക്ഷനായിരുന്ന ട്രിബ്യൂണിൽ വന്ന ഒരു പരാതി ഇതിനുദാഹരണമാണ്. ഒരു ഇടവകയിലെ ശുശ്രൂഷക്കാരനും സ്ലീബാദാസ സമൂഹാംഗവുമായിരുന്ന വ്യക്തി അസോസിയേഷൻ അംഗത്വത്തിന് മത്സരിച്ചപ്പോൾ നേരിടേണ്ടി വന്ന അപമാനവും നിരാസവും അവസാനം അദ്ദേഹം സ്വയം ആ സ്ഥാനത്ത് നിന്ന് പിന്മാറേണ്ട സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. അതെ, മലങ്കര സഭ ഇന്നും പൂർണ്ണമായും പാർശ്വവൽക്കരണ വിഷയത്തിലും ജാതി വ്യവസ്ഥയിലും സ്വതന്ത്രമായ ഒരു സമൂഹമല്ല. ഇനിയുമുണ്ട് സഭയിൽ സ്വാതന്ത്ര്യം നേടേണ്ട മേഖലകൾ. ശമരിയക്കാരെയും സ്ത്രീകളെയും ചുങ്കക്കാരനെയും പാപികളെയും നെഞ്ചോട് ചേർത്ത നമ്മുടെ നാഥൻ ഇന്നും നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രചോദനമാകാൻ വിസമ്മതിച്ച് നിൽക്കുന്നു. ഇന്നലെ വന്ദനായ ജോഷുവാച്ചൻ ചെയ്ത പ്രസംഗം ഞാനിവിടെ സ്മരിക്കുകയാണ്. ഈ സഭ ഒരു സ്വതന്ത്ര സഭയായിരിക്കുമ്പോൾ തന്നെ ഇതൊരു ആഗോള സഭയുമാണ്. ഈ സഭയിൽ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും സാർവലൗകികത്വമുണ്ട്. ഈ സാർവലൗകികത്വത്തിന് പല തലങ്ങളുണ്ട്. സഭയുടെ ചാലക ശക്തി സകല സത്യത്തിലേക്കും വഴി നടത്തുമെന്ന് അരുളി ചെയ്ത രക്ഷകനും പരിശുദ്ധ തൃത്വത്തിൽ രണ്ടാമനുമായ യേശുക്രിസ്തു വാഗ്ദാനം ചെയ്ത് നിറവേറ്റിയ പരിശുദ്ധ തൃത്വത്തിലെ മൂന്നാമനായ വിശുദ്ധാത്മാവാണ്. ഈ വിശുദ്ധാത്മാവ് മുൻപറഞ്ഞ സാർവലൗകികത്വത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും അത്യന്തിക സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്കുള്ള സഭയുടെ സഞ്ചാരം ഉറപ്പാക്കുന്നു. സാർവലൗകികതയുടെ വിവിധ തലങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എങ്കിലും ഈ സന്ദർഭത്തിൻ്റെ സമയപരിമിതിയെ ആദരിച്ചുകൊണ്ട് ഒരു മേഖലയെ മാത്രം പരാമർശിക്കാൻ
ഞാൻ ശ്രമിക്കുകയാണ്. പ്രാഥമികമായി ഇത് മലങ്കര സഭയായിരിക്കുമ്പോഴും ഇതിൻ്റെ വിപുലത സാർവദേശീയവും സാർവസംസ്കാരികവും ആയി തീർന്നിട്ടുണ്ട്. ഭാരതത്തിന് വെളിയിൽ മിക്കവാറും ഭൂലോകത്തിൻ്റെ എല്ലായിടങ്ങളിലും ഈ സഭയുടെ മക്കൾ ഇന്നുണ്ട്. ഇന്നലെ ബഹുമാനപ്പെട്ട അലക്സാണ്ടർ കുര്യനച്ചൻ 60 രാജ്യങ്ങളിൽ അസോസിയേഷൻ അംഗങ്ങൾ സംബന്ധിച്ചു എന്ന് പ്രസ്താവിക്കുകയുണ്ടായി. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ശ്രീമതി കമലാ ഹാരിസ് ഇന്ത്യൻ വംശജയാണ്, അവരുടെ പേരിന് ഇന്ത്യൻ ചുവയുണ്ട് എന്നൊക്കെ ഇരിക്കെ തന്നെ അവർ 100% അമേരിക്കക്കാരിയും അമേരിക്കൻ സാംസ്കാരിക പശ്ചാത്തലത്തിൽ ജീവിക്കുന്നവരുമാണ്. ഇതേപോലെ തന്നെ മലങ്കരയിൽ നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറിയവരുടെ 2-3 തലമുറകളുണ്ട്. എന്തിന് കേരളത്തിന് വെളിയിൽ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലെ പുതുതലമുറകളിൽ പോലും നിർണായകമായ വ്യതിയാനങ്ങളുണ്ട്. ഇതിനു പുറമെയാണ് മലങ്കര സഭയുടെ ഭാഗമായ സ്പൊക്കെയിൻ, കൊങ്ങിണി സമൂഹങ്ങൾ. ഇവരുടെ എല്ലാം ആത്മീയ മതജീവിത ഭാവങ്ങളിൽ സാരമായ വ്യത്യാസം കാണാൻ നമുക്ക് സാധിക്കും. എൻ്റെ അഭിപ്രായത്തിൽ മതം എന്നത് പ്രാഥമികമായി ജീവിക്കുന്ന സാഹചര്യത്തിലെ സാംസ്കാരിക പശ്ചാത്തലത്തിലെ ദൈവ മനുഷ്യ ബന്ധത്തിൻ്റെ പ്രകടഭാവമാണ്. അപ്പോൾ ഇപ്പറഞ്ഞവരുടെ ആരാധനയും മതജീവിത ശൈലിയും വലിയൊരു പരിധിവരെ ജീവിത പശ്ചാത്തലത്താൽ നിർണയിക്കപ്പെടുന്നതാകണം. ഗൾഫ് രാജ്യങ്ങളിൽ വലിയ നോമ്പ് കാലത്ത് പോലും ഞായറാഴ്ച ആചരിക്കുന്നത് വെള്ളിയാഴ്ചയാണ്. അത് നമുക്കൊരു ചെറിയ ഉദാഹരണം മാത്രമാണ്. അവധി ദിവസമല്ലാത്ത ഞായറാഴ്ച ആരാധന ശനിയാഴ്ച സന്ധ്യയ്ക്കോ ഞായറാഴ്ച സന്ധ്യയ്ക്കോ ആണ് നടത്തേണ്ടത് എന്ന് പലയിടങ്ങളിലും ഒരു ചർച്ചാ വിഷയമാണ്. ചിലയിടങ്ങളിലെങ്കിലും അതൊരു തർക്ക വിഷയവും ആയിട്ടുണ്ട്. എന്തിന് കേരളത്തിൽ പോലും ആഗോളീകര ലോകത്തിൻ്റെ സ്വാധീനത്തിൽ യുവാക്കളുടെ ഇടയിൽ ഗൗരവതരമായ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇതിനെ ഗുണപരതയോടെ അഭിമുഖീകരിക്കാൻ കാതോലിക്കേറ്റിനാകണം. ഇവിടെയാണ് സകല സത്യത്തിലേക്കും വഴി നടത്തുന്ന വിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവവേദ്യമാകേണ്ടത്. കാതോലിക്ക് എന്ന സുറിയാനി പദമായാലും കാതോലിക് എന്ന ലത്തീൻ പദമായാലും ഉത്ഭവിക്കുന്നത് കാതോലു എന്ന ഗ്രീക്ക് പ്രയോഗത്തിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥമാകട്ടെ പൊതുവെന്നോ സാർവലൗകികമെന്നോ ഒക്കെ മലയാളത്തിൽ തർജ്ജമ ചെയ്യാവുന്നതാണ്. അന്ത്യോഖ്യയിലെ വിശുദ്ധ ഇഗ്നാത്തിയോസ് സ്മിർനാക്കാർക്ക് എഴുതിയ ലേഖനത്തിലാണ് ഈ പദം സഭയുടെ സ്വഭാവത്തിൻ്റെ വിശദീകരണമായി ആദ്യം ഉപയോഗിക്കുന്നത്. സഭയുടെ വിശ്വാസം സാർവലൗകികവും എന്നാൽ അതിൻ്റെ ഭൗതിക സ്വഭാവം പ്രാദേശികവുമാണ്. കാതോലിക്കോസ് എന്ന പദം ബഹുവചനവുമാണ്. അത് സാർവലൗകികത്തെ കുറെ കൂടെ ശക്തമാക്കുന്നുണ്ട്. ഓരോ പ്രദേശത്തെയും ഒന്നിലേക്ക് കൊണ്ടുവരിക എന്നല്ല, ഒന്നിനെ എല്ലാ ദേശങ്ങളിലേക്കും തർജ്ജമ ചെയ്യുക എന്നതാണ് ഇതിൻ്റെ താല്പര്യം. മലങ്കര സഭയുടെ ആരാധനാ ദൈവശാസ്ത്ര പാരമ്പര്യങ്ങളുടെ ആത്മാവിനെ പരമ്പരാഗതമായ സാംസ്കാരിക ഭാവങ്ങളുടെ പുറന്തോടിൽ നിന്ന് വിമോചിപ്പിച്ച് അത് സുറിയാനിക്കാരുടെ 13-ാം നൂറ്റാണ്ടിലെ തുർക്കി സംസ്കാരത്തിൻ്റെയോ ലോക ദർശനത്തിൻ്റെയോ ആയാലും മലങ്കരയുടെ ദ്രാവിഡ ആര്യൻ സംസ്കാരങ്ങളുടേതായാലും 21-ാം നൂറ്റാണ്ടിലെയും അതിനപ്പുറത്തേക്കും കാലികമായ പ്രാദേശിക വിശ്വാസ സമൂഹത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് സന്നിവേശിപ്പിച്ച് അനുഭവവേദ്യവും ആവിഷ്കാരപരവുമാക്കുക എന്നതാണ് ആവശ്യമായിരിക്കുന്നത്. ഇപ്രകാരം ഏകവിശ്വാസത്തിൻ്റെ പ്രാദേശിക അനുഭവം സാധിക്കുന്നില്ല എങ്കിൽ ആചരിക്കുന്ന സമൂഹത്തിൽ വിശ്വാസം ശൂന്യതയിൽ നിൽക്കുകയും കാലഗതിയിൽ അപ്രസക്തമാവുകയും ചെയ്യും. ഓർത്തഡോക്സ് എന്നതിന് പാരമ്പര്യവാദം എന്ന നിലയിൽ ഇന്നലകളുടെ മുറുകെ പിടിക്കലായി കാണുന്നവരുണ്ട്. ഇതിന് അലക്സാന്ദ്രിയൻ ദൈവശാസ്ത്രം ഒരു തിരുത്തൽ നിർദ്ദേശിക്കുന്നുണ്ട്. പാരമ്പര്യമെന്നാൽ ഇന്നലകളുടെ അർത്ഥരഹിത ആവർത്തനമല്ല, മറിച്ച് ഇന്നലകളുടെ നന്മയുടെ പശ്ചാത്തലത്തിൽ നാളുകളെ ലക്ഷ്യമാക്കി ഇന്ന് ജീവിക്കുന്നതാണ്. ഇത് ഇന്ന് വാഴിക്കപ്പെടുന്ന പരിശുദ്ധ പിതാവിന് മറ്റൊരു വെല്ലുവിളിയാണ്.
ഇന്നലെ വരെ ഇദ്ദേഹത്തിൻ്റെ മറ്റെല്ലാ പൊതു ചുമതലകളുണ്ടായിരുന്നാലും അദ്ദേഹം പ്രാഥമികമായി കണ്ടനാട് വെസ്റ്റ് ആരാധക സമൂഹത്തിൻ്റെ മെത്രാപ്പൊലീത്ത ആയിരുന്നു. അദ്ദേഹം ആ ചുമതല ഇനിയും തുടർന്നാൽ പോലും പേരുമാറ്റവും അതുമൂലമുള്ള വ്യക്തിത്വ പരിണാമവും സംഭവിച്ച് സഭയുടെ സാർവലൗകികതയുടെ പ്രതീകമായി തീരുകയാണ് ഉണ്ടാവുക. ലോകത്തിൻ്റെ ഏത് കോണിലുള്ളവർക്കും സംഗതമായി അദ്ദേഹം സംസാരിക്കുകയും ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്ത് വിശ്വാസത്തെ, നടപടികളെ, ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ, ആരാധനയെ ഒക്കെ തർജ്ജമ ചെയ്ത് സാർവലൗകികം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പിതാവെ അങ്ങിൽ വന്നു ചേരുകയാണ്. ശ്രേഷ്ഠ പിതാവെ, ഇത് അങ്ങയുടെ നിയോഗമായി, വെല്ലുവിളിയായി സ്വീകരിക്കുമെന്ന് ഞാൻ കരുതുന്നു. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത് പോലെ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അതിൻ്റെ പരാവർത്തനം പറഞ്ഞാൽ ഒരു മെത്രാപ്പൊലീത്ത കാതോലിക്കായാൽ അദ്ദേഹം പുതു സൃഷ്ടിയാകും. പുതിയൊരു വ്യക്തിത്വം, സാർവലൗകിക വ്യക്തിത്വം ഉൾക്കൊള്ളുന്ന, ഒരേ സമയം മലങ്കര സഭയുടെ സ്വാതന്ത്ര്യവും തനിമയും നിലനിർത്തുകയും അതേസമയം തന്നെ അതിൻ്റെയും പൊതുവെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും കാലികത്വവും സാർവലൗകിക പ്രസക്തിയും നിലനിർത്തുകയും ചെയ്യുക. ഇത് ഭാരമേറിയൊരു നിയോഗമാണ്. തനിയെ ശ്രേഷ്ഠ പിതാവെ, അങ്ങേക്ക് ഈ ഭാരം വഹിക്കാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ദൈവാശ്രയത്തോടൊപ്പം എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കാൻ അങ്ങേക്ക് സാധിക്കട്ടെ. അതിൽ വ്യക്തിപരമായി എൻ്റെയും എൻ്റെ ചുമതലയിലുള്ള ആട്ടിൻകൂട്ടത്തിൻ്റെയും പങ്കാളിത്തം ഞാൻ ഉറപ്പു നൽകുന്നു. ഈ സഭയിലെ എല്ലാ ഇടയന്മാരും, വിശ്വാസ സമൂഹങ്ങളും ഈ പങ്കാളിത്തത്തിൽ അങ്ങയോടൊപ്പം ഉണ്ടാകും എന്ന് അങ്ങേക്ക് ലഭിച്ച തെരഞ്ഞെടുപ്പിലൂടെ വാഗ്ദാനമായി നൽകപ്പെട്ടിരിക്കുന്നു. ജോൺ ഓസ്ബോൺ രചിച്ച ലൂഥർ എന്ന നാടകത്തിൽ പോപ്പിനാൽ വിസ്തരിക്കപ്പെട്ട മാർട്ടിൻ ലൂഥർ ഹിയർ ഐ സ്റ്റാൻഡ് ഗോഡ് ഹെൽപ്പ് മീ എന്ന് പറയുന്നത് പരാവൃത്തമായി ഞാൻ പറയട്ടെ. ഹിയർ യുവർ ബിയാറ്റിറ്റ്യൂഡ് സ്റ്റാൻഡ്, ഗോഡ് ഹെൽപ്പ് യുവർ ബിയാറ്റിറ്റ്യൂഡ്. ദൈവം നമ്മെ എല്ലാവരെയും തുണയ്ക്കട്ടെ, ഇന്നും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. ഇപ്പോൾ വിശുദ്ധ സ്ഥാനാഭിഷേക ശുശ്രൂഷ ആരംഭിക്കുന്നു. അതിൻ്റെ മുന്നോടിയായിട്ട് 2 സീനിയർ മെത്രാപ്പൊലിത്തന്മാർ, അഭിവന്യ യൂഹന്നാൻമാർ മിലിത്യോസ് തിരുമേനിയും അഭിവന്യ ഡോക്ടർ തോമസ് മാർ അത്താനാസ്യോസ് മെത്രാപ്പൊലിത്തായും ചേർന്ന് സ്ഥാനാഭിഷേകപ്പെടുന്നതായ തിരുമേനിയെ മധുബഹായുടെ നടുവിലേക്ക് കൊണ്ടുവരുന്നതാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുവാൻ പരിശുദ്ധാത്മാ ദാനങ്ങൾക്കായി പ്രതീക്ഷിച്ചു നിൽക്കുന്ന അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ സേവേറിയോസ് മെത്രാപ്പൊലീത്ത, കോട്ടയം വാഴൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളിയുടെ അംഗം, മറ്റത്തിൽ പരേതനായ ചെറിയാൻ അന്ത്രയോസിന്റെയും മറിയാമ്മയുടെയും മകനായി 1949 ഫെബ്രുവരി 12 മത്തായി ഭൂജാതനായത്. വാഴൂരിലെ വിവിധ സ്കൂളുകളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം നേടി തുടർന്ന് കോട്ടയം CMS കോളേജിൽ നിന്ന് ബിരുദവും കരസ്ഥമാക്കി. 1973 വൈദിക വിദ്യാഭ്യാസത്തിനായി കോട്ടയം പഴയ സെമിനാരിയിൽ ചേർന്നു. 77 അഭിവന്യ പൗലോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്തായിൽ നിന്ന് ഷമ്മാശപട്ടവും, 78 പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ കാതോലിക്ക ബാവായിൽ നിന്ന് വൈദിക പട്ടവും സ്വീകരിച്ചു. 89 പത്തനംതിട്ടയിൽ കൂടിയ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ യോഗം അദ്ദേഹത്തെ എപ്പിസ്കോപ്പ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തു. 91 ഏപ്രിൽ 30 ഈ പരുമലയുടെ വിശുദ്ധ ഭൂമിയിൽ വെച്ച് തന്നെ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമേനി മാർ സേവേറിയോസ് എന്ന നാമത്തിൽ എപ്പിസ്കോപ്പായി വാഴിച്ചു. 93 സെപ്റ്റംബറിൽ കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ മെത്രാപ്പൊലീത്തായി MS കറിയ, MA അന്ത്രയോസ്, സൂസൻ, പരേതയായ അമ്മണി എന്നിവർ സഹോദരങ്ങളാണ്. റഷ്യയിലെ ലെനിൻഗ്രാഡ് തിയോളജിക്കൽ അക്കാദമിയിൽ നിന്ന് 77-79 കാലഘട്ടത്തിൽ വേദശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും റോമിലെ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് MTHും കരസ്ഥമാക്കി. സുറിയാനി പിതാവായ മാഗൂബിലെ മാർ പിലക്സിനോസിന്റെ ക്രിസ്തുശാസ്ത്ര ദർശനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഗവേഷണത്തിന് റോമിലെ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഡോക്ടറേറ്റ് ലഭിച്ചു. സഭയിലെ അനേകം പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയ ബഹുമുഖ പ്രതിഭയാണ് അഭിവന്യ തിരുമേനി.
പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനോദോസ് സെക്രട്ടറിയായും പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദിദിയൻ കാതോലിക്ക ബാവയുടെ അസിസ്റ്റന്റായും പ്രവർത്തിച്ചു. 84 മുതൽ വൈദിക സെമിനാരിയിൽ അധ്യാപകനാണ്. ഇപ്പോൾ വൈദിക സെമിനാരിയുടെ ഗവേണിംഗ് ബോർഡ് വൈസ് പ്രസിഡന്റായും ഇടുക്കി മലബാർ ഭദ്രാസന സഹായ മെത്രാപ്പോലീത്ത കൂടിയായും സേവനമനുഷ്ഠിക്കുന്നു. സാമൂഹ്യ രംഗത്തും തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞ തിരുമേനി കണ്ടനാട് ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലീത്ത ആയിരുന്നുകൊണ്ട് 16ഓളം ജീവകാരുണ്യ സംരംഭങ്ങൾ സ്ഥാപിക്കുകയും അവയെല്ലാം നോക്കി പരിപാലിക്കുകയും ചെയ്യുന്നു. 2021 ഒക്ടോബർ മാസം 14-ന്, അതായത് ഇന്നലെ, പരിമല തിരുമേനിയുടെ കർമ്മഭൂമിയായിരുന്ന ഈ വിശുദ്ധ മണ്ണിൽ വെച്ച് മലങ്കര സഭയുടെ അടുത്ത സാരഥിയായി തിരഞ്ഞെടുക്കപ്പെട്ട അഭിവന്യ മാർ സേവേറിയോസ് തിരുമേനി സഭയുടെ 9ാമത്തെ കാതോലിക്കായും 22ാമത് മലങ്കര മെത്രാപ്പോലീത്തായുമായി സീനിയർ മെത്രാപ്പോലീത്ത അഭിവന്യ കുര്യാക്കോസ് മാർ ക്ലീമീസ് മെത്രാപ്പോലീത്തയുടെ തൃക്കരങ്ങളാലും പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനോദോസിന്റെ പൂർണ്ണ നേതൃത്വത്തിലും സഹകരണത്തിലും സ്ഥാനാരോഹണം ചെയ്യപ്പെടുന്നു. ശുശ്രൂഷ ആരംഭിക്കുന്നു. മുഖ്യ കാർമ്മികൻ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുന്നു. തന്റെ ദൈവീക ദാനങ്ങൾ മൂലം മൺമേരെ സ്വർഗീയരും വിജ്ഞാനികളായ വിശ്വസ്ത ഭവനരാജകന്മാരുമാക്കുന്ന പാറക്കലീതാറൂഹായാകുന്ന ദൈവമേ, ഇപ്പോൾ നിന്നെ വിളിക്കുന്ന ഞങ്ങളോട് ഉത്തരമരുളണമേ. സ്വർഗീയമായ നിന്റെ ദാനത്തിനായി കാത്തിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ മേൽ നീ ആവസിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും കരേറ്റുമാറാകണമേ. ദൈവമേ, നിന്റെ കൃപ പോലെ എന്നോട് കരുണ തോന്നണമേ. എന്റെ കരുണയുടെ ബോധം പ്രകാരം എന്റെ പാപങ്ങൾ മായിച്ചു കളയണമേ. എന്റെ ന്യായത്തിൽ നന്നായി കഴുകി എന്റെ പാപങ്ങളോട് പാകണമേ. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുമ്പിൽ തിന്മകളെ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികളിൽ നീ ജയിക്കുകയും ചെയ്യും. എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങളിൽ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് എന്റെ മുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായിച്ചു കളയണമേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവെന്നെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരൻ നിന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്ങളിലേക്ക് തിരുകയും ചെയ്യും. ബലികളിൽ നീ ഇഷ്ടപ്പെട്ടില്ല, ഹോമബലികളിൽ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ വലിയ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നുറുങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. ഇഷ്ടപ്പെടും. രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന് നിത്യമായ പുതുക്കത്തിനു വേണ്ടി പരിപാലിക്കുന്നവനുമായ ദൈവപുത്രം, പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. ദൈവമായ കർത്താവേ, അദൃശ്യമായ നിന്റെ വലത്തുകൈ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും
ഞങ്ങളെ കർത്താവും ദൈവമേ തിരുമുമ്പാകളും മുഖപ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയ ശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന ഈ നിന്റെ ആരാധകരുടെ സംഘത്തെ വാഴ്ത്തണമേ. നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായ ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും കൊടുക്കുന്നവരുടെ മേലും സ്വീകരിക്കുന്നവരുടെ മേലും പരിശ്രമിച്ചവരും സംബന്ധിക്കുന്നവരുമായ എല്ലാവരുടെ പേരും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഭദ്രൈകുന്നോൽമേല ഓലമുൽമീ നാഥ കൃപ ചെയ്തിടണമേ. നാഥ കൃപ ചെയ്യണമലിവാ കൃപ ചെയ്യണമോ തരമരുളി കൃപ ചെയ്യണമേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവും എന്നേക്കുള്ള ദൈവമായുള്ളവേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹാ ഞങ്ങൾ ഭക്ഷിച്ചുവെന്ന നിന്റെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്തുവെന്നതായ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുത്. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി തീരണമേ. ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. മരിച്ചോർക്കുയിരേകും നോനേ അവരുടെ ശരണവും ആയോനേ നിന്നെ കുമ്പിടുമേ ലോകം. നാവുകൾ നിൻ നാമം വാഴ്ത്തും. ത്തേക്കും ആയി നിന്ന് എത്രയും വേഗം ക്രമീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നിന്നാഗമനമാനാളിൽ ഓർത്തുമുഖപ്രമേണമേ മുറിയോരാഹി മേലൈനുവതാറായി